സോഷ്യൽ മീഡിയയിൽ ഒരു ബ്രാൻഡ് സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു വാക്കാണ്, അതവരുടെ ഭാഗ്യമാണ്, ലക്കി കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ എവറി ബ്രാൻഡ് സക്സസ് ദർ ഇസ് എ ബിഗ് സ്ട്രാറ്റജി. സോ പറഞ്ഞ കാര്യം, ഒരു ബ്രാൻഡ് സക്സസ്സിലേക്ക് പോകുന്നതിന് മുന്നേ അവരെല്ലാ രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ടാവും. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ സക്സസ്, അതായത് സക്സസിന് ശേഷം ഇനി എന്ത് ചെയ്യണം, അത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി, അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ സ്റ്റോറി എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്യുമെൻറ്റ് മീൻസ് ഒരു കേസ് സ്റ്റഡിയെ പറ്റിയാണ് പറയുന്നത്. കേസ് സ്റ്റഡി എങ്ങനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാം, കേസ് സ്റ്റഡിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. കേസ് സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബിഫോറുള്ള കാര്യങ്ങൾ, അതായത് ഒരു ആക്ച്വൽ സ്ട്രാറ്റജി നടക്കുന്നതിന് മുന്നേ ബിഫോർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇനി എന്തൊക്കെ വർക്കാവും, ഇനി വർക്കായുള്ള കാര്യങ്ങൾ എന്തൊക്കെ, നമ്മൾ അവിടെ എന്താണ് ഫെയിലായിട്ടുള്ളത്, ഫെയിലാകാനുള്ള റീസൺ എന്താണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സക്സസ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്തു, മെഷർ ചെയ്യാനുള്ള നമ്മൾ ഉപയോഗിച്ച ടൂൾസുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ കേസ് സ്റ്റഡിയിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കേസ് സ്റ്റഡി പ്രിപ്പയർ ചെയ്യുന്നത് പോലും ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. കാരണം മറ്റൊരു മാർക്കറ്റർ ഇത് കാണുന്ന സമയത്ത് ആൾക്ക് മനസ്സിലാവണം, ആളുടെ സ്ട്രാറ്റജി ഇതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ സക്സസ് റേറ്റ് കൂടൂ എന്നുള്ളത്. സോ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ, സ്ട്രാറ്റജി, എക്സിക്യൂഷൻ, ലേണിംഗ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു പ്രോപ്പർ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രാൻഡ് ആൻഡ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ്. നമ്മൾ ബ്രാൻഡിന് വേണ്ടി സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ആ ബ്രാൻഡ് എന്താണ്, അവരുടെ പ്രോബ്ലം എന്താണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബ്രാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. സോ നമ്മൾ ഒരു ബ്രാൻഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്ലോത്തിങ് ബ്രാൻഡ്സ് ഉണ്ടാവും. സോ എല്ലാത്തിനും നമ്മൾ ക്ലോത്തിങ് സെക്ടർ എന്നാണ് പറയുന്നുണ്ടാവുക. ബട്ട് ബ്രാൻഡ് എന്ന് പറയുന്നത് മേ ബി ചിലത് ഓൺലി ഫോർ ജെൻസ് ആയിരിക്കാം, ഓൺലി ഫോർ വുമൻസ് ആയിരിക്കാം. സോ ബ്രാൻഡ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ടാർഗറ്റ് ഓഡിയൻസ് ആരാന്നുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ക്ലോത്തിങ് സെക്ടറിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ട്. സോ ടാർഗറ്റ് ഓഡിയൻസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മെൻ ഷോപ്പിൻ്റെ അണ്ടറിൽ വരുന്ന സമയത്ത് ഒരു 90% ഓഫ് ഓഡിയൻസ് എന്ന് പറയുന്നതും മെൻ തന്നെയായിരിക്കും. എക്സാക്ട്ലി വുമൻ്റെ കേസാണെങ്കിൽ വുമൺ തന്നെ. സോ പറഞ്ഞിരുന്ന കാര്യം, ഓരോ ബിസിനസ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടെന്നുള്ളതാണ്. മേ ബി ഒരു ബിസിനസ്സിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് വരാനുള്ള ചാൻസസ് ഹയർ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അക്കാഡമിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ലേണിങ്ങിന് വേണ്ടിയിട്ട് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും പല സെക്ടറിലുള്ള ആൾക്കാർക്കും അവിടെ വരാൻ വേണ്ടി പറ്റും. സോ വാട്ട് വി പ്രൊവൈഡിങ് എന്നുള്ളതാണ്. അപ്പം ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടറാണ്. ദെൻ അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലം എന്തായിരുന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ബ്രാൻഡുകൾ നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക, അവർക്ക് സെയിൽസ് കുറവായിട്ടായിരിക്കും. മേ ബി ചില ബ്രാൻഡുകൾ അപ്രോച്ച് ഉണ്ടാവുക ഒരു ഡിജിറ്റൽ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. സോ നമ്മൾ എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ കേസ് സ്റ്റഡി ഇൻക്ലൂഡ് ആക്കേണ്ടത് നിർബന്ധമാണ്. ബ്രാൻഡ് എന്താണ്, ഓഡിയൻസ് എന്താണ്, അതുപോലെ അവരുടെ പ്രോബ്ലം എന്തായിരുന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു കേസ് സ്റ്റഡിയിൽ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ആക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് KPI എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് പർപ്പസിനാണ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതാണ്. ഒബ്ജക്റ്റീവ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ഒബ്ജക്റ്റീവ് ഇല്ലാതെ നമുക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. സോ പറഞ്ഞിരുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ഇൻക്രീസ് റീച്ച് ആണോ, അതുപോലെ സെയിൽസ് ഇൻക്രീസ് ആക്കാനാണോ, ലീഡ്സ് ഇൻക്രീസ് ആക്കാനോ, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനാണോ, ഇതുപോലെ എന്താണ് ക്ലയൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാതെ നമ്മളൊരു ബ്രാൻഡിന് വേണ്ടി സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബിഗ് സീറോ ആയിട്ട് മാറാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് സ്ട്രാറ്റജി ആണെങ്കിലും KPI ഇല്ലാതെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു സീറോയിലേക്ക് മാത്രമേ പോകുള്ളൂ. സോ KPIs എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്ന KPIs എന്ന് പറയുന്നത് റീച്ച്, ഇംപ്രഷൻ, ലീഡ്സ് പോലത്തെ കാര്യങ്ങളാണ്. ഇത് ഏതാണെന്നുള്ള പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം. അതായത് ഓരോ സ്ട്രാറ്റജിക്കും ഓരോ KPIs നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എല്ലാത്തിനും കൂടെ ഒരു KPI, ഫൈനലി നമ്മൾ പറയാൻ ലീഡ്സ് മാത്രം മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് ബിഗ് ഫെയിലിയർ ആയിട്ട് മാറാൻ വേണ്ടി പോകും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേസ് സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സും അതുപോലെ KPIസും മെൻഷൻ ചെയ്യുക എന്നുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സ്ട്രാറ്റജി ആൻഡ് കോണ്ടന്റ് പ്ലാൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ്, കോണ്ടന്റ് പ്ലാൻസ് എന്തൊക്കെയാണ്, ഇതാണ് അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്തു, UGC കോണ്ടന്റുകളാണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ ആ UGCക്ക് നിങ്ങൾ എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ് എടുത്തുള്ളത്, അതിന് എന്തൊക്കെ പ്ലാൻസ് ആണ് കൊണ്ടുവന്നത്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഓപ്ഷനിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആഡ്സിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ക്രിയേറ്റീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിലുള്ള കോണ്ടന്റ് ടൈപ്പ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് കോണ്ടന്റ് സ്ട്രാറ്റജി പാർട്ടിലും അതുപോലെ തന്നെ കോണ്ടന്റ് പ്ലാനിങ്ങിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യം. സോ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ എന്തൊക്കെ ഹുക്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ CTA എന്താണ്, അതുപോലെ റീൽസിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ സക്സസും അതുപോലെ തന്നെ ഫെയിലിയർ അവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സക്സസ് റേറ്റ് കിട്ടി, ഏതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫെയിലിയർ ആയെന്നുള്ളതും. ഇനിയാണ് ഏറ്റവും കീ ഫാക്ടർ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ആൻഡ് ക്യാമ്പെയിൻസ്.
സ്ട്രാറ്റജി ഒരിക്കലും പേപ്പറിൽ നിൽക്കേണ്ട കാര്യമല്ല, അത് റിയലി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ റീൽസിൽ വന്ന ഐഡിയാസ് കാര്യങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ്, അതുപോലെ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ചു, ബജറ്റ് ഉപയോഗിച്ചു, അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ എക്സിക്യൂഷൻ പാർട്ടിലാണ് കാണിക്കേണ്ടത്. എക്സിക്യൂഷൻ്റെ എക്സാക്ട് ഫോർമാറ്റും കാര്യങ്ങളും നിങ്ങൾ കേസ് സ്റ്റഡിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സിക്യൂഷൻ പാർട്ടിൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഇപ്പോൾ ക്രിയേറ്റീവ് ഡിസൈൻ ആയിക്കോട്ടെ, ഷൂട്ടുകളായിക്കോട്ടെ, നിങ്ങൾ വീഡിയോ ഷൂട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്ലാൻസ് കാര്യങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്സ് കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കഷൻ പാർട്ടായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എക്സിക്യൂഷൻ ക്യാമ്പയിൻ പാർട്ടിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് നമ്മുടെ കേസ് സ്റ്റഡിയുടെ കീ ഫീച്ചർ ആയിട്ടുള്ള ഓഡിയൻസ് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇതിൻ്റെ റിസൾട്ട് ആൻഡ് കീ മെട്രിക്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നതാണ്. അതായത് ഓഡിയൻസ് എപ്പോഴും നമ്മളൊരു കേസ് സ്റ്റഡി വായിച്ചു കഴിഞ്ഞാൽ ലുക്കിംഗ് ഫോർവേഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അതാണ്. ബിഫോർ ആഫ്റ്റർ കാര്യങ്ങൾ, അതുപോലെ എത്ര റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി, അതിൻ്റെ കോസ്റ്റ് എത്ര കുറയ്ക്കാൻ വേണ്ടി പറ്റി, അതുപോലെ ആഡിൻ്റെ ബജറ്റ് എത്രയാണ്, അതുപോലെ ആഡിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ്. അടുത്തായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുള്ള കാര്യമാണ് ഓഡിയൻസ് ലുക്കിംഗ് ഫോർവേഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിസൾട്ട് ആൻഡ് കീ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്യാമ്പയിനൊക്കെ റൺ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ്. ബിഫോർ ആഫ്റ്റർ കാര്യങ്ങൾ, അതുപോലെ റീൽസിൽ എത്ര റീച്ച് വന്നു, അതുപോലെ ക്രിയേറ്റീവിന് എത്ര ലൈക്ക് വന്നു, അതുപോലെ ആഡ് സ്പെൻഡ് ചെയ്തപ്പോൾ എത്ര റിസൾട്ട് വന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ പറഞ്ഞ കീ മെട്രിക്സും അതുപോലെ തന്നെ റിസൾട്ടും കാണിക്കുന്ന ഒരു ഫാക്ടറിലാണ്. സോ ഇവിടെയാണ് ശരിക്കും ഓഡിയൻസ് ഈഗർലി വെയിറ്റ് ചെയ്യുന്നത്, എന്താണ് അവർക്ക് കിട്ടുന്ന റിസൾട്ട്, ഈ സ്ട്രാറ്റജി കൊണ്ട് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഈ ഒരു ഫാക്ടറിലാണ്. സോ കേസിയുടെ ഒരു ഹൈലൈറ്റിംഗ് ഫാക്ടറാണ് റിസൾട്ട് ആൻഡ് കീ മെട്രിക്സ് ഷോക്കേസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലേണിംഗ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഒരിക്കലും എല്ലാ സ്ട്രാറ്റജിയും സക്സസ് ആയിരിക്കില്ല. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു, നമ്മുടെ ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മേ ബി ഒരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കോസ്റ്റ് കൂടിയിട്ടുണ്ടാവാം. ഇത് കോസ്റ്റ് കൂടാനുള്ള റീസൺ നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ. അതുപോലെ അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ള കാര്യം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഈ ഒരു ലേണിംഗ് സ്റ്റേജിലാണ്. അതുപോലെ തന്നെ ആഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്ത ഇഷ്യൂസ് കാര്യങ്ങൾ ആവാം. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവ് ബ്ലോക്കുകൾ സമയത്ത് അവിടെ നമ്മൾ എന്ത് ആക്ഷൻസ് എടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ലേണിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ സ്റ്റേജിലാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കി ഫൈനലി നമ്മൾ പോകുന്നത് കൺക്ലൂഷനിലേക്കാണ്. ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ശരിക്കും എല്ലാത്തിൻ്റെയും ഒരു സമ്മറി, അതായത് ഫ്രം ദ ബിഗിനിങ് ഓഫ്, നമ്മൾ ഏറ്റവും ഫസ്റ്റ് ബിഗിനിങ് മുതൽ ഒരു ലാസ്റ്റ് വരുന്ന സ്റ്റേജ് വരെ, അതായത് ബിഫോർ നമ്മുടെ സ്ട്രാറ്റജി ബിൽഡിംഗ് സ്റ്റേജ് മുതൽ ആഫ്റ്റർ റിസൾട്ട് കിട്ടി അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺക്ലൂഷനിൽ ഇൻക്ലൂഡ് ആക്കേണ്ടതായിട്ടുണ്ട്. ഈ കൺക്ലൂഷനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സക്സസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അതുവഴി അവർക്ക് എന്ത് റവന്യൂ ജനറേറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾക്ക് പോയിൻ്റായിട്ട് ബുള്ളറ്റിൻ പോയിൻ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഫൈനലി ഒരു കൺക്ലൂഷനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫൈനലി നമ്മൾ ഒരു കേസ് സ്റ്റഡിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിസൾട്ട് ഷോക്കേസ് എന്നുള്ളത് മാത്രമല്ല, ഇതിന് ബിഹൈൻഡിൽ എന്തൊക്കെ വർക്ക് ചെയ്തു, ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തിങ്ക് ചെയ്തു, നമ്മുടെ ഫെയിലിയേഴ്സ് എല്ലാം തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഒരു പ്രോപ്പറായിട്ടുള്ള ക്ലയൻറ്റ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു കേസ് സ്റ്റഡി പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു പോർട്ട്ഫോളിയോ പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു കേസ് സ്റ്റഡി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്.